ഈ ഒരു കിഴങ്ങ് എവിടെ കണ്ടാലും വിട്ടുകളയല്ലേ. ഇന്ന് നമ്മൾ സൂപ്പർ ഹെൽത്തി ഫുഡിനെ കുറിച്ചാട്ടോ പറയുന്നത്. വേറെ ഒന്നുമല്ല, ആള് നമ്മളെ മധുരക്കിഴങ്ങാണ്. മധുരക്കിഴങ്ങിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നമ്മൾ അറിഞ്ഞാൽ എവിടെ ഉണ്ടോ അവിടെ പോയി കൊണ്ടുവരും കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ പ്രമേഹ രോഗികൾക്ക് ഇതുപോലെയുള്ള മധുരക്കിഴങ്ങ് കഴിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഇത് കഴിച്ചാൽ ഇതിൽ മധുരമില്ലേ, പ്രമേഹം കൂടൂലേ, അങ്ങനെയൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു നേരം പ്രമേഹ രോഗികൾക്ക് ഒരു 2 അല്ലെങ്കിൽ ഒരു 3 പീസ് ഒരു ഭക്ഷണത്തിൻ്റെ നേരം ഇത് നമുക്കൊരു നേരത്തെ ഭക്ഷണമായിട്ട് എടുക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല. ഷുഗറൊക്കെ നിയന്ത്രിച്ച് നിർത്താനും അമിതവണ്ണം കുറക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് കഴിക്കുക എന്ന് പറയുമ്പോൾ ഒരു കിലോനൊക്കെ അങ്ങോട്ട് കഴിച്ചാൽ അത് ശരിയാവില്ല. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ ഇത്. അപ്പോൾ ആ ഇഷ്ടത്തോടു കൂടി നമുക്കൊരു 3 പീസ് വരെ കഴിക്കാം എന്ന് കരുതിയിട്ട് നമ്മളെ ഷുഗറിൻ്റെ ലെവൽ കൂടെ ഒന്നുമില്ല കേട്ടോ. അതിനൊന്നും ആരും ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ അങ്ങനെ ഡോക്ടറോട് ചോദിച്ചിട്ടും ഇത് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സാധാരണയായിട്ട് നമ്മൾ ഇത് പുഴുങ്ങി ഒരിച്ചിരി ഉപ്പിട്ടിട്ട് പുഴുങ്ങൂലേ, എന്നിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കും. നല്ല രുചിയാണ്. അപ്പോൾ നമ്മളെ മക്കളത് കഴിക്കാൻ മടിയാവും. അപ്പോൾ മക്കൾ കഴിക്കുന്ന രൂപത്തിൽ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ഷെയ്ക്കാണ് കേട്ടോ ചെയ്യാനായിട്ട് പോണത്. പുഴുങ്ങിക്കഴിച്ച് അതിൻ്റെ കൂടെ നല്ലൊരു ഉള്ളിച്ചമ്മന്തിയും കൂടി ഉണ്ട്. പിന്നെ പറയേണ്ട എൻ്റെ പൊന്നെ അല്ലേ, ഉഗ്രനാണ്, സൂപ്പർ ഫുഡാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു സീസൺ ആയതുകൊണ്ട് ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. പിങ്ക് കളറായിട്ടും വൈറ്റ് കളറിലും ഓറഞ്ച് കളറിലും ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. അപ്പോൾ ആരും വാങ്ങാതിരിക്കല്ലേ. ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഞാൻ പറഞ്ഞാലൊന്നും ഈ ഒരു വീഡിയോയിൽ തീരൂല, അത്രത്തോളം ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ്സ് മൂലം നമുക്ക് ഉറക്കില്ലാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ മാറി നല്ല സുഖമായിട്ട് ഉറങ്ങാനും നമ്മുടെ രക്തം വർദ്ധിക്കാനും കണ്ണിന് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ ഒരു മധുരക്കിഴങ്ങ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടും. അപ്പം ഞാനിതാ മധുരക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഒപ്പം ഒരു ക്യാരറ്റ്, ഇവ രണ്ടും കുക്കറിലിട്ടിട്ട് 2 വിസിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. സാധാരണയായിട്ട് നമ്മൾ പുഴുങ്ങുമ്പോൾ ഇതിൻ്റെ തൊലിയൊന്നും കളയാറില്ല. പക്ഷേ ഇത് നമ്മൾ ഷെയ്ക്കാക്കാൻ പോകുമ്പോൾ ക്യാരറ്റും ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു തൊലിയിൽ ജസ്റ്റ് മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാനൊക്കെ വേണ്ടിയിട്ടാട്ടോ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുഴുങ്ങി കഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ഇതുപോലെ ഷെയ്ക്കായിട്ട് നമുക്കിത് കഴിക്കട്ടോ. അങ്ങനെയും നമുക്കിതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നേടാം. ഒരിക്കലും നിങ്ങൾ ചിപ്സിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ എണ്ണയിൽ വറുത്തോ പൊരിച്ചോ ഒന്നത് കഴിക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ വിചാരിച്ച ആരോഗ്യ ഗുണങ്ങളൊന്നും ഇതിൽ നിന്നും നമുക്ക് കിട്ടൂല. കണ്ടല്ലോ, ക്യാരറ്റ് ഞാനൊരു ടേസ്റ്റിന് വേണ്ടി ഇട്ടു എന്നുള്ളൂ. അത് താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കട്ടോ. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നല്ല യെല്ലോ കളറായിട്ടാട്ടോ നിൽക്കുന്നത്. ഇതിൽ വെള്ളം ഉണ്ടാവും, ഒരിച്ചിരി വെള്ളം. വെള്ളം ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്. അമിത വെണ്ണമുള്ള ആൾക്കാർക്ക് ഇതുപോലെ പുഴുങ്ങിയെടുക്കുന്ന വെള്ളം 20 ദിവസം കുടിച്ചാൽ 5 കിലോ വെയിറ്റ് കുറയുമെന്നാണ് പഠനങ്ങൾ കണ്ടെത്തുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞതെല്ലാം പഠനങ്ങൾ കണ്ടെത്തിയതാണ്. താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ജിമ്മിൽ വർക്കൗട്ടിന് പോകുന്ന ആൾക്കാർക്കും വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഈവനിങ്ങിലോ അല്ലെങ്കിൽ രാത്രി എന്ന് പറയുമ്പോൾ 7 മണിക്ക് മുന്നേ ആയിട്ട് നമ്മൾ ഡിന്നർ കഴിച്ചിരിക്കണം. ആ ഒരു സമയത്ത് ഇതുപോലൊരു 2 or 3 പീസ് നല്ലൊരു ഉള്ളിച്ചമ്മന്തിയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഒപ്പം നമ്മളെ വിശപ്പും മാറും. ഇഷ്ടപ്പെട്ട ഭക്ഷണമല്ലേ. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷമാണ് ഇത് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഷേക്ക്. മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുക. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഞാനിതാ മിക്സിയിലോട്ട് നേരെ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനൊക്കെയുള്ള കഴിവ് നമ്മുടെ ഈ ഒരു മധുരക്കിഴങ്ങിനുണ്ട്. മധുരക്കിഴങ്ങിൽ പൊട്ടാസ്യം, മഗ്നീഷ്യം ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ രക്തത്തിലെത്തും. അങ്ങനെ രക്തസമ്മർദ്ദം കുറയുകയും ഹൃദയത്തിൻ്റെ മിടിപ്പ് സാധാരണ നിലയിലാവുകയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ സ്ട്രെസ്സ് കുറയും. നമ്മളെ ബോഡിക്ക് തന്നെ നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സീസണിൽ ഇത് കിട്ടുമ്പോൾ ഡെയിലി പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു നേരം ഈവനിങ്ങിലോ രാവിലെയോ എപ്പോഴാന്ന് വെച്ചാൽ ആ ഒരു സമയം ഇത് ഫുഡായിട്ട് ഉപയോഗിക്കട്ടോ. ഞാനിതിലോട്ട് ഇവിടെ പാല് ചേർത്തിട്ടുണ്ട് കേട്ടോ. പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുള്ള സമയമായതുകൊണ്ട് ഞാനിവിടെ ചെറിയൊരു തണുപ്പോട് കൂടിയിട്ടുള്ള പാലാണ് ചേർത്തത്. താല്പര്യമുള്ള ആൾക്കാർക്ക് നല്ല കട്ട പാൽ തന്നെ ചേർത്ത് കൊടുക്കാം.
ഒപ്പം ഒരു 2-3 ഏലക്ക അല്ലെങ്കിൽ ഏലക്കൻ്റെ കുരു ചേർക്കാം. ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. മക്കൾക്കാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചേർത്ത് ഒരു വെറൈറ്റിയിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ മക്കളെ ഇഷ്ടത്തോടു കൂടി കുടിക്കുകയും ചെയ്യും. അതിൻ്റെ ആരോഗ്യഗുണങ്ങളൊക്കെ നമ്മളെ മക്കൾക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. മുതിർന്നവർക്കാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കാം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ ഇല്ലാത്ത നോർമലായുള്ള ആൾക്കാർക്ക് ഇതുപോലെ ചെയ്യാം. പ്രഷറും ഷുഗറും കൊളസ്ട്രോൾ അമിതവണ്ണം കുറേയുള്ള ആൾക്കാർക്കുള്ള ആ ഒരു റെസിപ്പി ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. എങ്ങനെ ചെയ്യേണ്ടതെന്ന് പ്രമേഹമുള്ള ആൾക്കാരൊക്കെ കുടിക്കേണ്ട രീതിയൊക്കെ കുടിക്കല്ലാതെ നമ്മൾ കഴിക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജ്യൂസ് രൂപത്തിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക. മധുരം ഒഴിവാക്കാം. അതിന് പകരം 1 ടീസ്പൂൺ തേൻ ചേർക്കാം. പാലൊരു ഇച്ചിരി ചേർക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല തിക്ക് രൂപത്തിലാണ് നമുക്ക് ഈ ഒരു ഷേക്ക് കിട്ടുക. ഷേക്ക് പൊതുവേ തിക്ക് രൂപത്തിൽ തന്നെ ആയിരിക്കും അല്ലേ. ഇതിൽ ഞാൻ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്തിടുകയാണ്. താല്പര്യമുള്ളവർക്ക് ബദാം ഇട്ട് കൊടുക്കാം, അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നല്ല രുചിയുണ്ട് കേട്ടോ അത് കുടിക്കാനായിട്ട്. നമ്മളെ മക്കൾക്ക് പോലും അറിയാൻ പറ്റില്ല. ഒരുപാട് ഏലക്ക ഇടരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു മധുരക്കിഴങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ചിലർ വനില എസൻസൊക്കെ ചേർക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെയൊക്കെ രുചിയിലോട്ട് പോവും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്, അതിനനുസരിച്ച് ചെയ്തെടുക്കാം. ടേസ്റ്റും കാണാൻ ഭംഗിക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്കിതാ മുകളിൽ ഇതുപോലെ കുറച്ച് ബദാമൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു മധുരക്കിഴങ്ങ് അവിടെ എവിടെയെങ്കിലും മൂലക്കലൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജ്യൂസാക്കി കൊടുക്കട്ടോ. നല്ല രുചിയാണ്, അതിലേറെ ഹെൽത്തിയാണ്. അപ്പോൾ മക്കൾക്ക് കണ്ണിൽ കണ്ടതൊക്കെ വാങ്ങിക്കൊടുത്ത് ബേക്കറി പലഹാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുകളൊക്കെ റെഡിയാക്കാം. മക്കൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കൊക്കെ കുടിക്കാം. ഷുഗറുള്ള ആൾക്കാരാണെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കുറച്ച് റെഡിയാക്കാം. ഞാൻ പറഞ്ഞല്ലോ തേൻ ചേർത്തിട്ട് നമുക്ക് റെഡിയാക്കാവുന്നതാണ്. ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം, ഗ്ലാസ് കൊണ്ട് കുടിക്കാനും ഒക്കെ നല്ലതാണ്. ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് കൊളാക്കി എടുക്കരുത്. ഈ ഒരു തിക്ക് രൂപത്തിൽ തന്നെ കുടിക്കുക കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ഷേക്കാണത്. നമ്മൾ സാധാരണയായിട്ട് പുഴുങ്ങാറാണ് പതിവ്. പുഴുങ്ങി കഴിക്കുമ്പോഴും അതിൻ്റെ ആരോഗ്യഗുണങ്ങൾ നമുക്ക് കിട്ടും. ഒരിക്കലും നിങ്ങൾ ചിപ്സ് രൂപത്തിലോ വേറെ രൂപത്തിലോ ഒന്നും അത് ചെയ്താൽ അതിൻ്റെ ആരോഗ്യഗുണങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പുഴുങ്ങി കഴിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. മക്കളൊക്കെ വലിച്ച് പിടിച്ചോളൂ കേട്ടോ. നല്ല രുചിയാണ്, നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾക്ക് കുറച്ച് മധുരക്കിഴങ്ങ് ഇച്ചിരി ഉപ്പിട്ടിട്ട് ഒന്നെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ കുറഞ്ഞ വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങിയെടുത്ത വെള്ളം ഒരിക്കലും നിങ്ങൾ പുറത്തിലോട്ട് ഒഴിവാക്കരുത്. ആ ഒരു വെള്ളം കുടിക്കുകയാണെങ്കിൽ അതിൽ തന്നെയാണ് നമ്മളെ സത്തൊക്കെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കുടിക്കാൻ പറ്റുന്നവർക്ക് അതങ്ങനെ പ്ലെയിനായിട്ട് കുടിക്കാം. അപ്പോൾ ഞാനിതാ നമ്മളെ കുറച്ച് പുഴുങ്ങിയ മധുരക്കിഴങ്ങിലോട്ട് നല്ലൊരു ഉള്ളിച്ചമ്മന്തി റെഡിയാക്കുന്നുണ്ട്. പ്രമേഹ രോഗികൾ, അമിതവണ്ണമുള്ള ആൾക്കാർ, കൊളസ്ട്രോള് പ്രഷറൊക്കെ ഉള്ള ആൾക്കാർ ഇതാ ഇതുപോലെ ഒരു ചമ്മന്തിയും ഒപ്പം തന്നെ ഒരു 2-3 പീസ് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി, നമ്മൾ ചീരുള്ളി എന്നൊക്കെ പറയും, ഒരു പച്ചമുളക്, കുറച്ച് ഉപ്പിട്ടെടുത്ത് നന്നായിട്ട് ഇടിക്കല്ലിലിട്ട് നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇടിക്കല്ലിലിട്ട് തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴേ നമുക്ക് നല്ല നാടൻ ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മളതിലോട്ടൊരു ഇത്തിരി വെളിച്ചെണ്ണ ചേർക്കുകയാണ്. നന്നായിട്ട് മിക്സ് ആക്കാം. അതിനുശേഷം നമ്മൾ പുഴുങ്ങിയെടുത്ത കിഴങ്ങ് കൊണ്ടുവരാം. നമ്മളവിടെ ഇതിന് ചക്രക്കിഴങ്ങ് എന്നാട്ടോ പറയാം, മധുരക്കിഴങ്ങൊന്നും പറയില്ല. അപ്പോൾ അതാ നല്ല മധുരക്കിഴങ്ങുണ്ട്, നല്ല പൊടിയോട് കൂടിയിട്ട് നല്ല മധുരമുള്ള മധുരക്കിഴങ്ങ്. അപ്പോൾ അമിതവണ്ണമുള്ള ആൾക്കാർക്ക് അതുപോലെ ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലെ 1-2-3 പീസ് വരെ നമുക്ക് കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക്, വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഇതാക്കട്ടോ. ഞാൻ പറഞ്ഞ പോലെ പലർക്കും തെറ്റിദ്ധാരണയാണ് ഇതിൽ മധുരമുള്ളത് കൊണ്ട്, അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ടതുകൊണ്ട് ഷുഗർ കൂടുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. ഒരിക്കലും കൂടൂല. ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ഡോക്ടറെയാണോ കൺസൾട്ട് ചെയ്യുന്നത് അവരോട് ചോദിക്കട്ടോ. അവരോട് ചോദിക്കുമ്പോൾ പൊതുവേ പറയാൻ കുറവാണ്, നമുക്ക് 2-3 പീസ് കഴിച്ചു എന്ന് കരുതിയിട്ട് ഒരിക്കലും പ്രമേഹം കൂടൂല. പ്രമേഹം പലരിലും ഇത് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് കഴിക്കുന്നത് മൂലം പലർക്കും പല രീതിയിലാണല്ലോ പ്രമേഹം, പലർക്കും പല രീതിയിലായിരിക്കും ശരീരത്തിനെയും ഇത് ബാധിക്കണത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാം, 2-3 പീസ് കഴിക്കുമ്പോൾ അറിയാം നമുക്ക് ക്ഷീണമുണ്ടോ ഏതാന്നൊക്കെ നമുക്ക് തന്നെ അറിയാനായിട്ട് പറ്റും, പ്രമേഹത്തിൻ്റെ അളവ് കൂടുന്നതും കുറയുന്നതൊക്കെ. തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് നമ്മുടെ മക്കൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ. ഇപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ഇതുപോലെയൊക്കെ നട്ട്സൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ടാൽ മതി കേട്ടോ. അങ്ങനെ കുടിക്കുമ്പോൾ കിട്ടുമ്പോൾ ടേസ്റ്റ് ആണല്ലോ. ഇൻഷാ അല്ലാഹ് നാളെ വരാം. എല്ലാവരോടും